അങ്ങനെ ആദ്യം കേട്ടോ ഞാൻ യു എയിൽ വന്നിട്ട് ഞാനൊരു വെറ്റിനറി ക്ലിനിക്കിൽ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാനൊരു പൂച്ചയെ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ ക്ലിനിക്ക് വന്നിട്ട് നമ്മുടെ സഫാരി മാളിനടുത്ത്, മൂവിയിലെ സഫാരി മാളിനടുത്തായിരുന്നേ. അപ്പോൾ ഡോക്ടറിനെയൊക്കെ കണ്ടു. അപ്പോൾ വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ 2 ഇഞ്ചക്ഷൻ ഉണ്ട്. അതിനുശേഷം ഒരു 3 അടുത്ത ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത് ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അടുത്ത റൂമിൽ ഭയങ്കര ഒച്ചപ്പാട് കേട്ടോ. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും കാഴ്ച അതാണ്. അത് ആ ഡോഗിൻ്റെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളുടെ ക്യാറ്റിനെ അവർ അനലൈസ് ഒക്കെ ചെയ്തു. അതിൻ്റെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡേയ്സും അതിൻ്റെ കണ്ണിൽ ഒഴിക്കാൻ തുള്ളി മരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ച് കറക്റ്റായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ട് ഒരു മെഡിസിൻ ഉണ്ട്. അതൊക്കെ എല്ലാ ദിവസവും കൊടുക്കാനുള്ളതാട്ടോ. എന്ന് വെച്ചാൽ ഇത് ചില്ലറക്കാരിയല്ല, നല്ല കഷ്ടപ്പാടാണ് കേട്ടോ നോക്കാമെന്ന് പറയുന്നത്. കാരണം നമ്മളൊരു മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമുക്ക് പറയാനറിയാം. പക്ഷേ പെറ്റിനെന്തൊക്കെ പറയുന്നത് അവർക്കൊന്നും പറയാനറിയില്ല. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 3 വീക്സ് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പോകണം അടുത്ത ഡോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് നോക്കുക. പിന്നെ അതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ നല്ല അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. നമ്മളെ കേട്ട് നല്ല സഹകരണമായിട്ടുണ്ട് കേട്ടോ. ഒന്നും മിണ്ടാതിരുന്ന് കൊടുത്ത് അവർ ഇഞ്ചക്ഷൻ എടുക്കാനും എല്ലാത്തിനും മെഡിസിൻ കുടിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മളുടെ പാസ്പോർട്ട്, നമ്മളുടെ അല്ല, നമ്മളെ കാറ്റിൻ്റെ പാസ്പോർട്ട്. ഇതിനകത്താണ് അവർ വാക്സിൻ എടുക്കുന്നതും പിന്നെ ഇനി എന്ന് വാക്സിൻ കൊടുക്കണം എന്നൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിലും എടുക്കുന്നത്. നമ്മളെ മക്കൾ ജനിക്കുമ്പോൾ നമുക്കൊരു കാർഡ് തരത്തില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ഇത് കളയാൻ പാടില്ല, നമ്മൾ അത്രയും സൂക്ഷിച്ച് വെക്കണം. കാരണം ഈ കാറ്റിന് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ വിടും. ഇതെവിടെയെങ്കിലും ചാടിപ്പോയാലും നമ്മൾ വിടും.